ഈ മാധ്യമങ്ങളുടെ വിഭാഗം ശക്തിപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സഭയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ തിരുമേനിയുടെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് ഏതൊക്കെ തലത്തിൽ നമുക്ക് ഇടപെടാൻ പറ്റും? ഈ നവമാധ്യമങ്ങൾ വളരെയധികമുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമ വിഭാഗങ്ങളിൽ വളരെ പാരമ്പര്യം അവകാശപ്പെടുന്നവർ, അതേപോലെ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നവർ പലരും ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളായിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഇതിനെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുവരാൻ തിരുമേനിയുടേതായ ചില ആശയങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? ഏറ്റവും അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യങ്ങൾക്കും കൺസേൺസിനും അന്നന്ന് വൈകുന്നേരം തന്നെ മറുപടി പറയുവാനായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. കാരണം ഇന്ന് ആളുകൾ കൂടുതലും കാണുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും സമൂഹ മാധ്യമങ്ങളാണ്. അപ്പോൾ അതിന് സഭയ്ക്കെതിരെ അല്ലെങ്കിൽ സഭയിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് ഒരു ഉത്തരം, ഒരു വ്യാഖ്യാനം അതത് ദിവസങ്ങളിൽ നൽകുവാനായിട്ടുള്ള ഒരു സംവിധാനം സഭാകേന്ദ്രത്തിൽ ഉണ്ടാകണം. അതാണ് അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടത്. ചാനലുകൾ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടേ ആളുകൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇതുണ്ടായാൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആളുകൾക്ക് എന്താണ് നമ്മുടെ സ്റ്റാൻഡ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാകും എന്നാണ് എൻ്റെ വിചാരം. അടിസ്ഥാനപരമായി അതാണ് ഉണ്ടാകേണ്ടത്. ഒരു ടീം ഉണ്ടാകണം. ഇത് നമ്മൾ തമ്മിൽ ഇവിടെ പറയുന്നു, അല്ലെങ്കിൽ ഈ പൊതുസമൂഹം ഇത് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒന്നാണ്, ടീം ഉണ്ടാകണം എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം, പല കേന്ദ്രങ്ങളിലും അധികാരങ്ങളിലുമൊക്കെ സ്ഥാനികളായും വൈദികരായും ഒക്കെ വരുന്നവർ അവരവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള വൈദികരെ വിശ്വസിച്ച് ചുമതലകൾ ഏൽപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇത് വളരണ്ടേ? സഭയുടെ വിശാലമായൊരു കാഴ്ചപ്പാടിൽ ഇത് വളരണ്ടേ? എങ്കിൽ മാത്രമല്ലേ ഇത് ജനങ്ങളിലേക്ക് ചെല്ലും. വളരണമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ടത് എന്താണ്? പ്രൊഫഷണൽസിനെയാണ് വേണ്ടത്. പ്രൊഫഷണൽസ്. നമുക്ക് ആരെയെങ്കിലും, ഇപ്പോൾ ഉള്ളവരെ ആരെയും ഞാനങ്ങനെ താഴ്ത്തിക്കെട്ടി പറയുന്നൊന്നുമല്ല. പക്ഷേ കാലഘട്ടത്തിൽ മാറേണ്ടിയിരിക്കുന്നു. ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ വേണം. പക്ഷേ സഭയോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകൾ വേണം. അവർക്ക് ശമ്പളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കണം. അതാണ് ഒരു പ്രശ്നം. അതൊരു പ്രശ്നമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഉണ്ടാക്കുന്ന ഡാമേജിനേക്കാൾ നമ്മെ സേവ് ചെയ്യാൻ പോകുന്നത് അതായിരിക്കുമെന്നാണ് എൻ്റെ വിചാരം. ഞാൻ അടുത്തത് ചോദിക്കുന്നത് ഇതുമായിട്ട് ചേർന്ന് വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. മലങ്കര സഭയുടെ വൈദികരെയും മെത്രാപ്പോലിത്തന്മാരെയും ഒക്കെ കരുതുന്ന ഒരു സഭയാണിത്. പക്ഷേ അവർക്കുണ്ടാകുന്ന കോട്ടം തട്ടലുകൾ, സഭയുടെ ഒരു ഇമേജിനെ ബാധിക്കുന്ന വാർത്തകൾ വരുമ്പോൾ അതിനെ തടയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിഭാഗത്തെ നടത്തിക്കൊണ്ടു പോകാൻ സഭയ്ക്ക് അതിനും മാത്രമുള്ള കഴിവില്ല, അല്ലെങ്കിൽ ആസ്തിയില്ല എന്ന് ചിന്തിക്കുന്നത് തെറ്റല്ലേ? ആസ്തി ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. നമ്മൾ കണ്ടെത്തണം. ഇതിന് നമ്മുടെ സഭയിലെ ആളുകൾ തന്നെ സ്പോൺസർ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതുപോലെ സഭയെ സ്നേഹിക്കുന്നവരുണ്ട്. സഭയ്ക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ, ദുർവ്യാഖ്യാനങ്ങൾ, ഇതിനൊക്കെ മറുപടി നൽകണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ അധികം ആളുകൾ ഈ സഭയിലുണ്ട്. അതിന് വേണ്ടതായിട്ടുള്ള ഫണ്ട് നൽകാനും ആളുകൾ വേണം. നമ്മളതിനായിട്ടൊരു ആസ്ഥാനം കണ്ട് ചെങ്ങന്നൂർ തുടങ്ങി തറക്കല്ലിട്ട് ആ സ്ഥലവും ആ ഇടവും ആ വസ്തുവിലുണ്ടായിരിക്കുന്ന കെട്ടിടവും പകുതിയായിട്ട് നിന്ന് പോവുകയും അവിടെ ഇപ്പോൾ മറ്റു പല കാര്യങ്ങൾ നടന്നു വരികയും ചെയ്യാൻ നമുക്കെന്തുകൊണ്ടൊരു നവമാധ്യമ രംഗങ്ങളുണ്ടെങ്കിൽ കൂടിയും ഒരു ടെലിവിഷൻ രംഗത്തേക്ക്, മാധ്യമ രംഗത്തേക്ക് നമുക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പറയാനും പറ്റുന്ന രീതിയിലേക്ക് വളരാൻ പറ്റുന്നില്ല? അന്നും ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ചെങ്ങന്നൂരിലെ സ്ഥലമൊക്കെ വിഭാവനം ചെയ്തത്. ഞാനിപ്പോഴും പറയുന്നു, ചാനൽ തുടങ്ങുന്ന അടുത്തൊരു സ്റ്റെപ്പാണ്. നമുക്ക് ഒരു മുറിയും ഒരു 2 ബെഞ്ചും 2 മേശയും 2 കസാറയും ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ നടക്കാവുന്ന കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. പണി അറിയാവുന്ന ആളായിരിക്കും. പണി അറിയാവുന്നവരെ വെക്കണം. പണി അറിയാവുന്ന ആളിനെ അതിനകത്ത് വെക്കണം. ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ ദിവസവും എന്നല്ല പറഞ്ഞാൽ, ഒരാരോപണം പുതുതായിട്ടുണ്ടായാൽ അതിന് മറുപടി പറയാനായിട്ട് സജ്ജമായ ഒരു ടീം ഉണ്ടാകണം. അത് ആലോചിക്കേണ്ടവരോട് ആലോചിച്ചിട്ട് ചെയ്യണം. ഒരു മുറിയുണ്ടെങ്കിൽ ഇത് നടക്കും എന്നുള്ളത് തിരുമേനി തെളിയിച്ചിട്ടുള്ളതാണ്. മലങ്കര സഭയുടെ മഹാസമ്മേളനത്തിന് കോട്ടയത്ത് വെച്ച് നടന്നപ്പോൾ തിരുമേനിയായിരുന്നു മീഡിയ വിങ്ങിൻ്റെ പ്രധാന ചുമതല മാധ്യമവിഭാഗം കൈകാര്യം ചെയ്തിരുന്നത്. വളരെ വൈഡായി അതിൻ്റെ എല്ലാ മേഖലകളിലേക്കും
അത് പബ്ലിസിറ്റി ആണെങ്കിലും അതിൻ്റെ ചിത്രങ്ങളാണെങ്കിലും അതിൻ്റെ പ്രൊമോഷൻ ആണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ ഗംഭീരമായി അതിൻ്റെ ന്യൂസുകൾ കവർ ചെയ്തു. ആ രീതിയിലേക്ക് വരാൻ പറ്റും എന്ന് തന്നെയാണ് തിരുമേനി ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. 100% പറ്റും. ആ സമിതി ഒരിക്കൽ പോലും ഫിസിക്കലായിട്ട് കൂടിയിട്ടില്ല. ഞങ്ങൾ ഓൺലൈനായിട്ട് കൂടി ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി നിശ്ചയിച്ചു. ഓരോ ആഴ്ചത്തെയും പോകേണ്ട പോസ്റ്ററിൻ്റെ തീം നിശ്ചയിച്ചു. അത് ഡിസൈൻ ചെയ്യാനായിട്ടുള്ള ടീമിനെ ഉണ്ടാക്കി. എന്ത് ഭംഗിയായിട്ട് അത് ചെയ്യാൻ സാധിച്ചത്. അതിൻ്റെ ചിലവാണെങ്കിലും വളരെ മിനിമം 0 ആയിരുന്നെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ടീം അങ്ങ് നിൽക്കുകയായിരുന്നു അതിനകത്ത്. ഓൺലൈനിലൂടെയാണ് മുഴുവൻ പബ്ലിസിറ്റിയും നമ്മൾ ഓൺലൈനിലൂടെ നിർവഹിച്ചു. അപ്പോൾ നമുക്ക് സാധിക്കുമെന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ഇതിന് വലിയ ബൃഹത്തായ ചിലവൊന്നുമല്ല. ചിലവ് വരുന്നത് ഇതാണ്, നമുക്ക് അതിനകത്ത് നമ്മൾ അപ്പോയിൻ്റ് ചെയ്യുന്ന ഒരാളിന് പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിന് ശമ്പളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് അതിനകത്തെ ചിലവ്. ഒരു മുറി പോലും വേണ്ട, ഒരു റൂം പോലും ഈ സംവിധാനം ചെയ്യാൻ വേണ്ട ഈ കാലഘട്ടത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു എക്സ്പേർട്ടൊന്നുമല്ല, പക്ഷേ അത് സാധിക്കുമെന്നാണ് എൻ്റെ വിചാരം. അത് അടിസ്ഥാനപരമായി സഭ ചെയ്തേ പറ്റുകയുള്ളൂ. അല്ല എങ്കിൽ ഓരോരുത്തരും നമുക്കെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ജനം കുറേ കഴിയുമ്പോൾ റിപ്പീറ്റഡായിട്ട്, അതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണത് എന്ന് പറഞ്ഞാൽ, റിപ്പീറ്റഡായിട്ട് ഒരു കാര്യം കാണുകയും കേൾക്കുകയും ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ചിന്തയുടെ ഭാഗമായി, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഭാഗമായി മാറുന്ന രീതിയാണുള്ളത്. അത് ട്രൂത്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് അതിന് നിരന്തരമായി നമ്മൾ മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കണം. തിരുമേനി പറഞ്ഞു വന്നപ്പോൾ ഉണ്ടായ ഒരു വാചകം ഇങ്ങനെയായിരുന്നു, അത് ഒരു ഭൂമി പോലും, ഒരു സെൻറ്റ് പോലും, അല്ലെങ്കിൽ ഒരു കാര്യം പോലും സ്വന്തമായി മെത്രാപ്പൊലീത്തന്മാർക്ക് ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത്രമാത്രം കാര്യങ്ങളിലേക്കാണ് നമ്മുടെ സഭയുടെ വിഭാവനം ചെയ്തിരിക്കുന്നത്. എങ്കിലും മലങ്കര സഭയുടെ മെത്രാപ്പൊലീത്തന്മാരുടെ രീതിയും ജീവിതവുമൊക്കെ പലപ്പോഴും ദുർവ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്ന ഒരു പതിവ് ഈ ആധുനിക കാലത്ത് ഇപ്പോൾ കൂടുതലായിട്ടുണ്ട്. തിരുമേനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം. അതിൽ പ്രത്യേകിച്ച് ഒരു മെത്രാപ്പൊലീത്തായെ ഒരു ഇടവകയിലേക്ക് വിളിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഭീമമായ ഒരു 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 പിന്നണി പ്രവർത്തനം പല രീതിയിലും ഉണ്ട്. അത് കൈമുത്ത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കുമാണ്. സാധാരണ മനുഷ്യർക്ക് പലപ്പോഴും ഇപ്പോഴും ഈ കാര്യത്തിൽ ആശങ്കകളും സംശയങ്ങളും ഉണ്ടാകാറുണ്ട് ഈ ആധുനിക കാലത്തും. തിരുമേനിക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്? പഴയ കാലത്തേക്കാൾ കൂടുതലായിട്ട് തിരുമേനിമാരെ ഇപ്പോൾ ജനങ്ങൾ വിളിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും തിരുമേനിമാർ കൈമുത്ത് വാങ്ങിക്കൂ? ഞാൻ വാങ്ങിക്കുന്നില്ല. ഞാൻ വാങ്ങിക്കാത്ത കുറേയധികം കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒന്നും വ്യാഖ്യാനിക്കാനായിട്ട് അതൊരു പേഴ്സണൽ ഇതായിപ്പോൾ, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഞാനിപ്പോൾ ഇടവകയിലേക്ക് അങ്ങോട്ട് പറഞ്ഞ് പാരീഷ് വിസിറ്റ് നടത്തുന്നുണ്ട്. അവിടെയും കൈമുത്ത് വരുന്നുണ്ട് അവർ. പക്ഷേ ഇതെല്ലാം വ്യാഖ്യാനിച്ച് ഇതിനു വേണ്ടി മാത്രമാണ് മെത്രാപ്പൊലീത്തമാർ എന്നുള്ളൊരു നിലയിലേക്ക് ഇതെത്തി. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ പണം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ആരും വ്യാഖ്യാനിക്കുന്നില്ല. ജനം അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ ആരോപണം ഉന്നയിക്കുന്നവർ പോലും അത് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിഷമം. തിരുമേനിക്ക് കിട്ടുന്ന ഈ പണം എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. അത് പരിശോധിക്കാം നിങ്ങൾക്ക്. ഞാൻ പറയും, തുമ്പോൺ ഭദ്രാസനത്തിൽ തുമ്പോണ ഭദ്രാസന ഓഫീസിൽ പരിശോധിക്കണം എന്ന്, അങ്ങനെ സംശയമുള്ളവർ. തിരുമേനി ഈ ഭദ്രാസനത്തിൻ്റെ വികസനത്തിനോ ഭദ്രാസനത്തിൻ്റെ ഡെവലപ്മെൻറ്റിനോ തിരുമേനി എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? നമുക്കത് ഇച്ചിരൂടെ സുതാര്യമാക്കിയാൽ. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലേ, ഒരു കൈമുത്ത് കിട്ടുന്നത് അതിൻ്റെ നല്ലതാണ്. പക്ഷേ ആ ഒരു സ്വകാര്യതയെ എന്തിനാണ് നമ്മൾ അത്രയും കടന്നു കയറി ആക്രമിക്കുന്നത്? ഈ ഭദ്രാസനത്തിൽ ഈ സഭയിൽ ഈ പറയുന്ന എല്ലാ ഭദ്രാസനങ്ങളിലെയും ഡെവലപ്മെൻറ്റുകളിൽ തിരുമേനിമാരുടെ കോൺട്രിബ്യൂഷൻ വിസ്മരിക്കാനായിട്ട് പോകും. അതെന്താണ് കാണാത്തത്? തന്നെയല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ സ്വകാര്യമായി ഈ സമ്പാദ്യമെല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നെന്നാണ് വ്യാഖ്യാനിക്കുന്നത്? നമ്മൾ അത്തരം വ്യാഖ്യാനങ്ങൾക്കിട കൊടുക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതല്ലേ? അതാണ്
ഈ ആധുനിക കാലത്ത് നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നം. കാരണം ഇത് ജനങ്ങളിലേക്ക് ഇങ്ങനെ കൈമാറി പോകുന്നു. അതിന് ഒരു തടയിടാൻ പറ്റുന്ന ഒരു സുതാര്യത, അത് എന്ത് ചെയ്യുന്നു എന്ന് വെളിപ്പെടുത്തുന്നതിനേക്കാൾ ഉപരി ഇത് കൃത്യമായി ഭദ്രാസന പൊതുയോഗങ്ങളിൽ വരുമ്പോൾ അവിടെ ഒരു വിശദീകരണം നൽകത്തക്ക രീതിയിലേക്ക് മാറിയാൽ. തിരുമേനിമാരുടെ കൈമുത്ത് ഭദ്രാസന വിഷയമല്ലെന്നാണ് എൻ്റെ വിചാരം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. പേഴ്സണലാണ് അത് പേഴ്സണലായിട്ട് ആളുകൾ കൊടുക്കുന്നതാണ്. അത് കൊടുക്കുന്നത് ഞാൻ എൻ്റെ മഹത്വം കൊണ്ടല്ല, ഞാൻ ഈ സഭയുടെ അല്ലെങ്കിൽ ഈ ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലിത്ത ആയതുകൊണ്ട് എനിക്ക് തരുന്നതാണ്. പക്ഷെ മെത്രാപ്പൊലിത്തായ്ക്ക് അങ്ങനെ സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞേ. സ്വന്തമായി എന്താണ് ചെയ്യുന്നത്? ഞാനിത് നേരത്തെ ഉള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ബാംഗ്ലൂർ ഭദ്രാസനത്തിലേക്ക് ചുമതല തന്ന് എന്നെ വിടുമ്പോൾ ഒരു കൽപ്പന മാത്രമാണ് എനിക്ക് കിട്ടിയത്. ബാംഗ്ലൂർ കത്തീഡ്രലിൽ താമസിച്ചുകൊണ്ട് ഭദ്രാസന ഭരണം നടത്തണമെന്നുള്ള പരിശുദ്ധ ബാവാ തിരുമേനിയുടെ കൽപ്പന മാത്രമാണ് എനിക്കുണ്ടായത്. നിങ്ങളവിടെ പോയി അന്വേഷിക്കുക, നിങ്ങൾ സംശയമുള്ളവരൊക്കെ അവിടെ പോയി അന്വേഷിക്കൂ. അതിനുശേഷം ഒരു 13 വർഷം കൊണ്ട് എന്തൊക്കെ സ്ഥാപനങ്ങൾ, എത്ര വസ്തുക്കൾ തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ഉണ്ടായി. ഈ പണത്തിൽ ഞാൻ പറഞ്ഞു, ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ ഇരുന്നപ്പോൾ ഉണ്ടായ കാര്യത്തിൽ ഞാൻ പറയാം. ഒരു ഔദ്യോഗിക പിരിവ് മാത്രമേ നടത്തിയിട്ടുള്ളൂ. അത് ദുബായിൽ പള്ളിയിൽ നിന്നാണ്. പരിശുദ്ധ ബാവാ തിരുമേനിയുടെ കൽപ്പന പ്രകാരം ഞാൻ നടത്തിയ ഒരു കളക്ഷനാണ്. 64 ലക്ഷം രൂപയാണ് അന്ന് കളക്ട് ചെയ്തത്. അപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു, 3000 കുടുംബങ്ങളുള്ള ആ ദേവാലയത്തിൽ നിന്ന് 300ഓളം പേര് മാത്രമേ ഈ കാര്യങ്ങളിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളൂ. 10-1 ആളുകളാണ് അത് കൊടുത്തത്. നമ്മളിത് വ്യാഖ്യാനിച്ച് 3000 പേരും കാശ് തരികയാണെന്നും അത് മുഴുവനും കൂടെ കൊണ്ടുവന്ന് തിരുമേനി ചെലവഴിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നതിനോടാണ് വിഷമമുള്ളത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 6ാം നിലയും 7ാം നിലയും വരെ നടന്ന് ചവിട്ടി കയറിയിട്ടുണ്ട്. അങ്ങനെയാണത് കളക്ട് ചെയ്തത്. ബാക്കി ഞാൻ പറയാം, അത് ഔദ്യോഗിക കണക്കാണ്, ഔദ്യോഗികമായ കളക്ഷനാണ്. അതല്ലാതെ ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ നിങ്ങൾ ചോദിച്ചാൽ അവർ സത്യസന്ധമായിട്ട് ഇത് പറയുമെന്നാണ് എൻ്റെ വിചാരം. ഞാനത് ഇങ്ങനെ പറയാൻ ഉള്ളൊരു കാര്യം, പല ചോദ്യങ്ങൾ പല ഭാഗത്തുനിന്നും പലപ്പോഴും കേൾക്കുകയും നമ്മൾക്കൊരു വൈദികൻ എന്ന നിലയിൽ നമ്മൾ അതിന് വിശദീകരണം കൊടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്നാണ് എന്ന് പറയുന്ന ഒരു ശൈലി ഉള്ളതുകൊണ്ടാണ് തിരുമേനിയോട് ഈ അഭിമുഖത്തിലൂടെ ചോദിക്കുന്നത്. അതായത് പേഴ്സണലായി ഒരു ഇൻകം തിരുമേനിക്ക് വരുന്നതിനെയോ അല്ലെങ്കിൽ വൈദികന് വരുന്നതിനെയോ ആരും എതിർക്കുന്നില്ല. പക്ഷേ ഒരു ഇടയൻ സഭയുടെ സ്വത്താണ്. അപ്പോൾ ഇടയന് വരുന്നതെല്ലാം നമ്മുടെ ജനങ്ങൾ ചിന്തിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഇടയന് വരേണ്ടതെല്ലാം എല്ലാം സഭയ്ക്കുള്ളതാണ്. ഇടയന് സ്വന്തമായിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊരു നിഷ്കർഷ ജനങ്ങളുടെ ഉള്ളിൽ ഉള്ളതുപോലെയുണ്ട്. തിരുമേനിക്ക് ആ പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആ ചിന്തയിൽ നിന്നാണ്. തിരുമേനി എടുത്തുകൊണ്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതല്ല, എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് കിട്ടണം, ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു ചിന്താഗതി, അതിനെയാണ് നമുക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. എപ്രകാരമാണ് ഈ തിരുമേനിക്ക് പേഴ്സണലായിട്ടും ചില ചിലവുകളുണ്ട്. ആ ചിലവെന്ന് പറയുന്നതിനകത്തും എനിക്ക് തോന്നുന്നു ആളുകൾ വ്യാഖ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ വാഹനം ഒരു പ്രധാന പ്രശ്നമാണ്. ഞാനതിലേക്ക് വരാം. അതല്ലാതെ ഇപ്പോൾ തുമ്പോൺ ഭദ്രാസനത്തിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു നോട്ടീസും ഇല്ലാതെ നമ്മുടെ മുമ്പാകെ ആവശ്യങ്ങളുമായിട്ട് ആളുകൾ വരുന്നുണ്ട്. ഇതിന് കണക്ക് ബോധിപ്പിച്ചും ബജറ്റ് ഉണ്ടാക്കിയും സമിതികളിൽ ആലോചിച്ചും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാലതാമസത്തിൻ്റെ മാത്രമല്ല, അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ പോകാൻ അവരുടെ ഇന്നൊരു അപേക്ഷ വാങ്ങിക്കണം, അത് റെക്കമെൻഡ് ചെയ്യാൻ ആൾ വേണം. നമ്മുടെ മുമ്പാകെ വരുന്ന ഒരാളിന് ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് കാശ് കൊടുക്കാനായിട്ട് പോകും. ഒരു തിടുമുട്ട് അത്യാവശ്യത്തിന് ഓടി വരുന്ന ഒരാൾക്ക് ഒരു സഹായം ചെയ്യാനായിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. പിന്നെ ഉള്ള ഒരു പ്രധാന പ്രശ്നമാണ് ഇപ്പോൾ എല്ലാവരും പറയുന്ന വാഹനത്തിൻ്റേത് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. ഞാനിപ്പോഴും ഒരു ഹോണ്ട സിറ്റിയിൽ തന്നെയാണ് നടക്കുന്നത്. ബാംഗ്ലൂർ ഭദ്രാസനത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ആ വാഹനം ഇവിടെ ഇട്ടിരിക്കുകയായിരുന്നു. ഇവിടെ വരുന്നുണ്ടെങ്കിൽ അതിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല.
പക്ഷേ തുമ്പോൺ ഭദ്രാസനത്തിൽ വന്ന ആ വാഹനത്തിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്വാഭാവികമായും എൻ്റെ ശരീരം വേദനയിലേക്ക് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നടുവേദന ഉണ്ടാകുന്നുണ്ട്, കാലുവേദന. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ തന്നെ, ഉദാഹരണം പറയാം, ഇന്നലെ തന്നെ ഞാൻ ഈ വാഹനത്തിൽ കോട്ടയത്തിന് പോയി തിരികെ പത്തനംതിട്ട വന്നപ്പോൾ ഒറ്റ യാത്രയിൽ തന്നെ 120 കിലോമീറ്ററാണ് യാത്ര ചെയ്തത്. അതൊരു കൈമുത്ത് കിട്ടുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി പോകുന്നൊന്നുമല്ല. ഇന്നലത്തെ എൻ്റെ യാത്ര എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ, ഇന്നലെ രാവിലെ മുതൽ ഞാൻ യാത്ര ചെയ്ത് മുഴുവനും കൂടെ കൂട്ടി നോക്കിയാൽ ഏതാണ്ട് 200 കിലോമീറ്ററിലധികം ഇന്നലെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്ന ഉടനെ ഒരുവിധമെങ്കിലും കംഫർട്ടബിളായിട്ടുള്ള ഒരു വാഹനം ആവശ്യമാണ്. ആഡംബര കാറുകൾ വേണമെന്ന് ഞാൻ പറയില്ല. ഇതിനെയും ഇപ്പോൾ വേണമെങ്കിൽ വിമർശിക്കാം, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ് എന്നുള്ളത്. പക്ഷേ ഒരു കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്തില്ല എങ്കിൽ വളരെ പെട്ടെന്ന് രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് വരും. പിന്നെ ഒരാരാധനയ്ക്ക് പോലും സ്വസ്ഥമായി നിൽക്കാനൊക്കാത്ത ശാരീരിക വേദനകളുണ്ടാകും. എനിക്കിപ്പോൾ അത് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ജനം എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ലാളിത്യത്തെപ്പറ്റി, ലളിത ജീവിതത്തെപ്പറ്റിയൊക്കെ നമ്മൾ പ്രസംഗിക്കുകയും നമ്മൾ ഇത്തരം ആഡംബരങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കാര്യം സൂചിപ്പിക്കപ്പെടുന്നു. അതിനോട് ചേർത്ത് തന്നെ പറയേണ്ടി അല്ലെങ്കിൽ ചോദിക്കേണ്ടി വരുന്ന ഒന്ന്, നമ്മളുടെ മെത്രാപ്പൊലീത്തന്മാർക്ക് ഒരുപക്ഷെ തുമ്പോൺ പോലെയുള്ള ഭദ്രാസനം വളരെ വിസ്തൃതമേറിയൊരു ഭദ്രാസനമാണ്, ഭൂപ്രകൃതി കൊണ്ട് പള്ളികളും ധാരാളമുണ്ട്. ഇതിനപ്പുറത്തേക്ക് നിരന്തരം പോകുന്നത് കൊണ്ടല്ലേ തിരുമേനി ഇപ്പോൾ സൂചിപ്പിച്ച യാത്രകൾ ഔദ്യോഗികമായിട്ടുള്ള ചില ചുമതലയുള്ള യാത്രകളായിരിക്കാം, അപ്പുറത്തേക്ക് പോകുന്നതുകൊണ്ടല്ലേ നമുക്ക് ഇത്രയും ഒരു 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 യാത്രാ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ചാൽ? നമ്മുടെ ബന്ധങ്ങളിൽ ചിലപ്പോൾ ചില നോ പറയാനൊക്കാത്ത സാഹചര്യങ്ങളുണ്ട്. അത് പണം മാത്രമാണെന്ന് ചിന്തിക്കേണ്ട. എനിക്കിപ്പോൾ അച്ഛനോടുള്ളൊരു ബന്ധം ഏതെങ്കിലും പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അച്ഛനൊരു കാര്യത്തിന് പറയുന്ന ഉടനെ വേണമെങ്കിൽ എനിക്ക് സാധ്യമല്ല എന്ന് പറയാം. പക്ഷെ നമ്മുടെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നമ്മളങ്ങനെ പറയാറില്ല. എങ്ങനെയെങ്കിലും എത്തിച്ചാൽ അപ്പം ഞാൻ ഏറ്റവും കുറഞ്ഞത് അച്ഛൻ താമസിക്കുന്ന സ്ഥലത്ത് വരെ വരണമെങ്കിൽ ഞാൻ ഓടിയേ പറ്റുകയുള്ളൂ. ഇതിനെല്ലാം ഞാൻ പറഞ്ഞല്ലോ, വേണ്ട എന്ന് വെക്കാം, നമ്മുടെ ഭദ്രാസനത്തിൽ തന്നെ ഇരിക്കാം. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ തുമ്പോൺ ഭദ്രാസനത്തിലും ബാംഗ്ലൂർ ഭദ്രാസനത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഇവിടെ ഒരു ഡെവലപ്മെൻറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ വിഭവ സമാഹരണം തുമ്പോൺ ഭദ്രാസനത്തിൽ നിന്ന് മാത്രം നടത്തിയാൽ തീരുകയില്ല. എനിക്കിതിന് വെളിയിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. വിദേശത്ത് പോകുന്നതെല്ലാം കളക്ഷന് വേണ്ടിയാണ് എന്നുള്ളൊരു വ്യാഖ്യാനമുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പരിശോധിക്കാത്തത് കൊണ്ടുണ്ടായ ദുർവ്യാഖ്യാനമാണെന്നേ ഞാൻ പറയുകയുള്ളൂ. പക്ഷേ കൗദാശികമായ ഇടപെടലുകൾ ഭദ്രാസനത്തിൻ്റെ ഉള്ളിൽ, കൗദാശികമായ അതിൽ ഉള്ള ചുമതലകൾ ഭദ്രാസനത്തിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ചുകൂടെ പരിമിതപ്പെടുത്തിയാൽ നമുക്കൊരു പരിധിവരെ ഇത്തരം ആരോപണങ്ങളെ ചെറുക്കാനും ഭദ്രാസന ഭരണത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആളുകളുടെ ആത്മീയ ജീവിതങ്ങളിലേക്ക് ഇച്ചിരൂടെ അടുത്ത് നിൽക്കാനും പറ്റില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെവലപ്മെൻറ്റ് വേണ്ടാന്ന് വെക്കണം. നമുക്ക് ഒരു കെട്ടിടവും വേണ്ട, ഒരു സ്ഥാപനവും വേണ്ട എന്ന് നമ്മൾ വെച്ചാൽ ഇത് വളരെ ഈസിയായിട്ട് നടക്കാവുന്ന ഒന്നാണ്.